ഹായ് ഡിയേഴ്സ്, ഞാൻ ആശ സജി. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം വളരെ വേഗം നേടിയെടുക്കാനായിട്ട് നിങ്ങളുടെ ഉപബോധ മനസ്സിനെ സ്വാധീനിച്ചാൽ മതി. അതെങ്ങനെയാണെന്നല്ലേ? ആദ്യം നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ വ്യക്തമായിട്ട് എഴുതി വെക്കണം. അതിന് ക്ലാരിറ്റി വേണം. ക്ലാരിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് ജോലി, വീട്, കാറ്, ആരോഗ്യം, റിലേഷൻഷിപ്പ്, പണം എന്താണോ വേണ്ടത് അത് നിങ്ങൾ എന്ത് ചെയ്യണം? ആദ്യം വ്യക്തമായിട്ട് എഴുതി വെക്കണം. ഇനി നിങ്ങളുടെ ആഗ്രഹം, ലക്ഷ്യം അത് അഫർമേഷനായിട്ട് എഴുതി വെക്കണം. എഴുതേണ്ടത് ഇങ്ങനെയാണ്: ഞാൻ വളരെ സന്തോഷവാനാണ്, അല്ലെങ്കിൽ ഞാൻ വളരെ സന്തോഷവതിയാണ്. ഇപ്പം നിങ്ങളൊരു ജോലിക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ഞാൻ ആഗ്രഹിച്ച ജോലി, അത് ഏത് ജോലിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, ഏത് പോസ്റ്റിലാണ് ആഗ്രഹിക്കുന്നത്, അത് അവിടെ എഴുതി വെക്കുക. ഈസിയായി ലഭിച്ചു, താങ്ക് യു എന്ന് എഴുതുക. ഇനി നിങ്ങൾക്ക് ഒരു വീടാണ് വേണ്ടതെങ്കിൽ ഞാൻ വളരെ സന്തോഷവാനാണ്, അല്ലെങ്കിൽ ഞാൻ വളരെ സന്തോഷവതിയാണ്, ഞാൻ ആഗ്രഹിച്ച ഇത്ര സ്ക്വയർ ഫീറ്റ് വീട്. എത്ര സ്ക്വയർ ഫീറ്റ് വീടാണ് നിങ്ങൾക്ക് വേണ്ടത് അതവിടെ എഴുതുക. ഈസിയായി ലഭിച്ചു, താങ്ക് യു എന്ന് എഴുതുക. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഫീലോടുകൂടി വേണം പറയാനായിട്ട്. ഇനി ഇത് രാത്രി ഉറങ്ങുന്നതിന് മുൻപായിട്ട് നിങ്ങൾ ബെഡിൽ ശാന്തമായിട്ടിരിക്കുക. എന്നിട്ട് കണ്ണടച്ച് ഇരുന്നതിന് ശേഷം 4-5 ദീർഘശ്വാസം എടുത്ത് വിടുക. അതിനുശേഷം മനസ്സൊന്ന് ശാന്തമായതിനു ശേഷം നിങ്ങൾ ഈ ഒരു എഴുതി വെച്ചിട്ടുള്ള അഫർമേഷൻ 21 തവണ ആവർത്തിച്ച് പറയുക. ഫീലോടുകൂടി വേണം പറയാനായിട്ട്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി അതേപോലെ തന്നെ രാവിലെ ഉണർന്നെഴുന്നേൽക്കുമ്പോഴും 21 പ്രാവശ്യം നിങ്ങൾ ഈ അഫർമേഷൻ ആവർത്തിക്കുക. അങ്ങനെ 21 ദിവസം നിങ്ങൾ ഈ ഒരു അഫർമേഷൻ ഇതുപോലെ പ്രാക്ടീസ് ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം വളരെ വേഗം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ രാത്രി ഉറങ്ങുന്നതിന് മുൻപായിട്ടും രാവിലെ ഉണർന്നാലുടനെ നമ്മുടെ ഉപബോധ മനസ്സാണ് ഉണർന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഉപബോധ മനസ്സിനെ സ്വാധീനിക്കാൻ പറ്റിയ ഒരു സമയമാണ് ഈ ഒരു സമയം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഇവിടെ ഈ ഒരു അഫർമേഷനിൽ ഈസി എന്ന് ഉപയോഗിക്കുമ്പോൾ അത് വളരെ വേഗം നമുക്ക് ലഭിക്കും. അതുപോലെ തന്നെ നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടി മുൻകൂട്ടി നന്ദി പറയുമ്പോൾ, അതായത് നിങ്ങൾ ആഗ്രഹിച്ചത് നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞു എന്ന് നിങ്ങൾ മുൻകൂട്ടി നന്ദി പറയുമ്പോൾ ആ കാര്യം നിങ്ങളുടേതായി കഴിഞ്ഞു എന്നതാണ്. അതുപോലെ നന്ദി പറയുമ്പോൾ നമ്മൾക്ക് കൂടുതൽ നന്ദി പറയാനുള്ള കാര്യങ്ങൾ നമ്മളിലേക്ക് വന്നു ചേരും. നിങ്ങൾക്ക് ഉള്ള കാര്യങ്ങൾക്കെല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം? ഇനി മുതൽ ഓരോ കാര്യത്തിന് നന്ദി പറയുക. ഇനി നമ്മൾ എന്ത് കാര്യമാണോ വേണ്ടത് അത് നമുക്ക് ഇപ്പോൾ ഉണ്ടെന്നും ഞാൻ അതിൽ വളരെ സന്തോഷവാനാണെന്നും അല്ലെങ്കിൽ ഞാൻ വളരെ സന്തോഷവതിയാണ്, താങ്ക് യു എന്ന് പറയുമ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്കത് നേടിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്ന സമയത്ത് നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്.